ഭക്തജന സഹസ്രങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല നാളെ. പൊങ്കാല പ്രമാണിച്ച് KSRTC എല്ലാ ഡിപ്പോയിൽ നിന്നും പ്രത്യേക സർവീസുകൾ നടത്തും. നിലവറ ദീപം തെളിഞ്ഞതോടെ ഭക്തർ വ്രതാനുഷ്ഠാനത്തോടെ പൊങ്കാലാർപ്പിക്കാനായി കാത്തിരിക്കുകയാണ്. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രവും പരിസരവും കാർത്തിക പൊങ്കാലയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പൊങ്കാല നിവേദ്യം തയ്യാറാക്കാനുള്ള മൺകലങ്ങളും അടുപ്പും ക്ഷേത്ര പരിസരത്ത് നിരന്നുകഴിഞ്ഞു. പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ കഴിഞ്ഞ ദിവസം നടന്നു. നിലവറ ദീപം തെളിഞ്ഞതോടെ ഭക്തർ പൊങ്കാലയ്ക്കുള്ള വ്രതാനുഷ്ഠാനങ്ങളും ആരംഭിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായുള്ള ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ബസ് സർവീസുകൾ പൊങ്കാല തീർത്ഥാടനം എന്ന് പറഞ്ഞ് പ്രത്യേകം ഭക്തജനങ്ങളെ ഇവിടെ എത്തിക്കാനും അവരെ തിരിച്ച് അതുപോലെ തന്നെ യാത്രയാക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും വിപുലമായ രീതിയിൽ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അവരെ ഏകോപിപ്പിച്ചുള്ള എല്ലാ സഹായങ്ങളും അവരുടെയും നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ പൊങ്കാല ഏതാണ്ടൊരു 9:45 10 മണിയോടുകൂടി പൊങ്കാലയ്ക്ക് ഭണ്ഡാരി അടുപ്പിലേക്ക് അഗ്നി ജ്വലിക്കുന്നതിനോടുകൂടി ഏതാണ്ട് 11:30 12 മണിയോടുകൂടി പൊങ്കാല നിവേദ്യം ആരംഭിക്കുകയും ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ പൊങ്കാലയ്ക്ക് ഏതാണ്ട് ഇതാവും. അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന കാർത്തിക സ്തംഭം എരിയുന്നതോടുകൂടി നമ്മുടെ ഈ പൊങ്കാലയുടെ ഈ വർഷത്തെ സമാപനം കുറിക്കുകയാണ്. നാളെ പുലർച്ചെ 4-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചക്കുളത്തുകാവ് പൊങ്കാല ദിവസത്തെ പൂജകൾ ആരംഭിക്കുന്നത്. രാവിലെ 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥന നടക്കും. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും. പിന്നീട് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകർന്നുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ഉച്ചയോടെ 500-ലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും. പൊങ്കാല നേദ്യത്തിനു ശേഷം ദിവ്യാഭിഷേകവും ഉച്ചദീപാരാധനയും നടക്കും. വൈകിട്ട് ദീപാരാധനയെ തുടർന്ന് കാർത്തിക ദീപം അഗ്നിക്കിരയാക്കും. ജനം, ആലപ്പുഴ.